നീറ്റ് 2022 ക്വസ്റ്റൻ ആണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ബോഡീൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 72 ന്യൂട്ടൺ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഓക്കെ, ആ ബോഡി ഇപ്പോൾ ഒരു ഹൈറ്റ് കൊണ്ട് വെക്കുകയാണ്. ആ ഹൈറ്റ് തന്നിട്ടുണ്ട് ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹൈറ്റിൽ ആ ബോഡീൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ചുമ്മാ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ എന്താ? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഡിവൈഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ചിലർക്ക് സംശയം വരും, സർ വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചിലർക്ക് സംശയം വരും. ഈ കേസിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് സ്മോളർ ഹൈറ്റ് ആയിരിക്കണം. അതായത് സ്മോളർ ഹൈറ്റിൽ മാത്രമാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. സ്മോളർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് എത്രയാണ്? 6400 കിലോമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് ഇതിൻ്റെ ഒരു 5% അതിൽ താഴെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 5% ഒരു 320 കിലോമീറ്റർ വരും. അപ്പോൾ ബോഡീൻ്റെ ഹൈറ്റ് ഒരു 320 കിലോമീറ്ററോ അതിൽ താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ കേസിൽ ഹൈറ്റ് എത്രയാണെന്ന് നോക്കി, ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസാണ്. അപ്പോൾ ഹാഫ് ഓഫ് ദ റേഡിയസ് പറയുമ്പോൾ ഇതിൻ്റെ ഹാഫ് ഒരു 3200 വരും. അപ്പോൾ അത് അത്രയും വലിയ വാല്യൂ ആണ്. അപ്പോൾ അത്രയും വലിയ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. സ്മോളർ ഹൈറ്റ്സിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേ സമയത്ത് ലാർജർ വാല്യൂ ആണെങ്കിൽ ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, സോ ബാക്കി പിന്നെ വാല്യൂ പുട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വെയിറ്റ് കമ്പയർ ചെയ്യേണ്ടത് ചുമ്മാ ജീൻ്റെ വാല്യൂ പുട്ട് ചെയ്താൽ മതി. അപ്പോൾ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജീൻ്റെ വാല്യൂ 72 ആയിട്ട് എടുത്താൽ മതി. മാസ് രണ്ടിടത്ത് സെയിം ആയിരിക്കുമല്ലോ. പിന്നെ ആർ പ്ലസ് എച്ചിൻ്റെ വാല്യൂ r/2 ആണ്. r/2 ഡിവൈഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിവൈഡ് ബൈ ആർ പ്ലസ് r/2 3r/2 എന്ന് വരും. അപ്പോൾ 3r/2 ആർ ദ ഹോൾ സ്ക്വയർ, ആർ ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഈസ് 72 ഇൻറ്റു 9/2 3/2 സ്ക്വയർ 9 ഇൻറ്റു 4 എന്ന് വരും, അല്ലെ 9/4 എന്ന് വരും. അപ്പോൾ 9 72 ക്യാൻസൽ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 4 ദാറ്റ് ഈസ് 32. അത്രയും ന്യൂട്ടൺ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി സി ആൻസർ. ഓക്കെ.